ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ മൈലാഞ്ചി കല്യാണത്തിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ. കല്യാണത്തിനുള്ള പർച്ചേസിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. എൻ്റെ ഫോൺ അതിൻ്റെ ഇടയിൽ ചെറുതായൊന്ന് കംപ്ലൈൻ്റ് ആയിട്ടോ. നമ്മൾ സൗണ്ടിൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഇപ്പോഴും ക്ലിയർ ആയിട്ടില്ല എങ്കിലും ഇപ്പോൾ ചെറിയൊരു ബെറ്റർ ആയിട്ടുണ്ടാകൊണ്ടാണ് കേട്ടോ വീഡിയോ ഇടാമെന്ന് തീരുമാനിച്ചതല്ലേ. അപ്പോൾ ഇതാ ഏത് സമയവും അത് കംപ്ലൈൻ്റ് ആവും. അപ്പോൾ നമ്മൾ വീഡിയോയിൽ പിന്നെയും ഡിലേ ആവും കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ പോകാൻ വേണ്ടിയിട്ട് റെഡിയായി. ഹിസമോളിലേക്ക് ആദ്യം തന്നെ ഒരുക്കി സെറ്റാക്കി അവിടെ നിർത്തി. അവളുടെ കഴിഞ്ഞാൽ തന്നെ ഭയങ്കര സമാധാനം കിട്ടും. പിന്നെ നമുക്ക് വേഗം റെഡി ആവാമല്ലോ. അപ്പോൾ അതൊക്കെയും മോളും എല്ലാവരും റെഡി ആവല് കഴിഞ്ഞു കേട്ടോ. മോന് മദർസ കഴിഞ്ഞ് വന്ന ശേഷമാണ് നമ്മൾ പോണത്. അപ്പോൾ അതിൻ്റെ ഉള്ള ഇതാണ്ടോ ആൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ പോണത് വീട്ടിൽ വീട്ടിൽ നിന്ന് എല്ലാവരും പാടെയാണ് കേട്ടോ. നമ്മൾ ഇവിടുന്ന് വണ്ടി എടുത്തിട്ടൊന്നുമല്ല, എല്ലാവരും പാടെ. ഇത് വന്നിട്ട് കല്യാണം എൻ്റെ വാപ്പാൻ്റെ അനിയൻ്റെ മോളുടെയാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് വീട്ടിൽ നിന്ന് പോകാൻ വേണ്ടി റെഡിയായി ഇറങ്ങി. നമ്മൾ മെയിൻ റോട്ടിലല്ല കേട്ടോ, മെയിൻ റോട്ടിൽ നിന്ന് കുറച്ചുള്ളിലോട്ടാണ്, അതായത് ഒരുപാട് ഉള്ളിലോട്ടല്ല, ചെറുതായിട്ടൊരു വീട് അപ്പുറമാണ് കേട്ടോ നമ്മളുടെ വീട് വരുന്നത്. അപ്പോൾ അവർ വന്ന് നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇനി നമ്മൾ അങ്ങോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ അതാ എല്ലാവരും ഒപ്പം ഉണ്ട് പോകുന്നു. ഞങ്ങളും മാമാൻ്റെ മക്കളും ഉമ്മയും വാപ്പ അവരെല്ലാവരും നേരത്തെ പോയി കേട്ടോ. കാരണവന്മാരൊക്കെ നേരത്തെ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഈ കുട്ടി മക്കളിനെയൊക്കെ വെച്ച് റെഡി ആയിട്ട് പോകാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതാ ഞങ്ങളെല്ലാവരും ഒപ്പം പോയതാണ്. അപ്പോൾ അത് അവിടെ മണ്ഡപത്തെത്തി. ഹിസമോൾ എന്തോ ഒരു അത്ഭുതത്തിൽ നിൽക്കണം കേട്ടോ. അതുകൊണ്ടാണ് കറങ്ങാൻ പിടിച്ച് വലിച്ചപ്പോൾ വേണ്ട പറഞ്ഞ് തട്ടിയിട്ട് നിൽക്കുന്നത്. പിന്നെ അത് അവിടെ എത്തി. എല്ലാവരും പാടെ കൂടുമ്പോൾ ഒരു രസം തന്നെയല്ലേ, എല്ലാവരും പാടെ ആകുമ്പോൾ. അപ്പോൾ അത് അവിടെ എത്തി. പിന്നെ അതാ അവിടെയുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ അവർ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ്. പിന്നെ കല്യാണപ്പെണ്ണിനെ കൊണ്ടുവന്ന് സ്റ്റേജിൽ നിർത്തിയിട്ടുണ്ട് കേട്ടോ. കാര്യമായിട്ടുള്ള പരിപാടിയൊന്നും തലേ ദിവസം പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതിലേറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് ഈ കുട്ടികളാണ് കേട്ടോ. കുട്ടികൾ മാത്രമല്ല കേട്ടോ, നമ്മൾ മാക്സിമം എൻജോയ് ചെയ്തു. പിന്നെ നമ്മുടെയൊക്കെ എല്ലാവരുടെയും അവിടെ ചെറിയൊരു പാട്ടും ഗാനമേളയൊക്കെ ആയിട്ട് നമ്മൾ തന്നെ ഉള്ളത്. അപ്പോൾ നമ്മളതിനനുസരിച്ച് എൻജോയ് ചെയ്തു കേട്ടോ. പിന്നെ ഇതാ എന്താ ഇതൊക്കെ തന്നെയായിരുന്നു വിശേഷങ്ങൾ. പക്ഷെ എല്ലാവരും അവിടെ കൂടുമ്പോൾ നല്ലൊരു രസമാണ് കേട്ടോ. ഈ കല്യാണ തിരക്കൊക്കെ കഴിഞ്ഞ ശേഷം വീട്ടിൽ നിന്ന് ഉമ്മയും വാപ്പയും വാപ്പാൻ്റെ ഉമ്മയും എല്ലാവരും അവിടെ ഇവിടെ നിൽക്കാൻ്റെ വാപ്പയും എല്ലാവരും അവിടെ ഉമ്രയ്ക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് അങ്ങനെ കുറേയധികം തിരക്കുകളിൽ പെട്ടതുകൊണ്ടാണ് നമ്മൾ വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, നമുക്ക് അപ്ലോഡ് ചെയ്യാനൊക്കെ ലേറ്റ് ആയത്. പിന്നെ അതിനെല്ലാം എനിക്കും കുട്ടികൾക്കൊക്കെ സുഖമില്ലാതായതും പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഫോൺ പണി മുടക്കിയതും അങ്ങനെ എല്ലാ കാര്യങ്ങളും കൊണ്ടാണ് കേട്ടോ. അപ്പോൾ കിട്ടിയ ചാൻസ് ആരും ഒഴിവാക്കിയില്ല, എല്ലാവരും മാക്സിമം എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. കുട്ടികൾക്ക് പറഞ്ഞാൽ എല്ലാവരും അവിടെ കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ. അപ്പോൾ അവരവരുടേതായിട്ടുള്ള ലോകത്താണ്, നമ്മൾ നമ്മളുടേതായിട്ടുള്ള ലോകത്ത്. അപ്പോൾ അതാ പിന്നെ അത് കഴിഞ്ഞു. പിന്നെ അതാ ഫുഡ് കഴിക്കാൻ പോയി. അപ്പോൾ അടുക്കളയിൽ തിരക്കാണ് കേട്ടോ ഈ കാണുന്നതൊക്കെ. പിന്നെ എല്ലാവരും ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അങ്ങനെ മൈലാഞ്ചി ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു കേട്ടോ. നമ്മൾ ഇനി വീടെത്തിയിട്ട് നമുക്ക് നാളെ കല്യാണത്തിനുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് വേണം ഇവിടുന്ന് പോകണമെങ്കിൽ. അപ്പോൾ നമ്മളിവിടെ ഇറങ്ങി കുട്ടികളുടെയൊക്കെ വീട്ടിലോട്ട് വിട്ടു കേട്ടോ. ആ വണ്ടിയിൽ തന്നെ ഇനി ഇവിടുന്ന് ബൈക്ക് എടുത്തിട്ട് പോകാനാണ് ഞാനൊക്കെയും അവിടെ. അപ്പോൾ ഇതാ ഇവിടുന്ന് ഇറങ്ങുകയാണ്. ഇവിടെ നമ്മുടെ സാധനങ്ങളും നാളേക്കുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ പോകുമ്പോഴേ പാക്ക് ചെയ്ത് വെച്ചിരുന്നു കേട്ടോ. അതൊക്കെ ആക്കിയിട്ട് അവരുടെ അടുത്ത് വണ്ടിയിൽ കൊടുത്തയച്ചു. ഇനി അത് കഴിഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. ഏകദേശം സമയം ഇപ്പോൾ 11:33 ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ അവിടെ നിന്നൊക്കെ എത്തിയിട്ട് കുറേ ആയിട്ട്. എനിക്ക് ബുള്ളറ്റിലൊക്കെ രാത്രി ഇങ്ങനെ യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കുറേ കാലങ്ങൾക്ക് ശേഷം പോവാണ് കേട്ടോ. അപ്പോൾ ഇതാ ഏകദേശം ഒരുപാട് രാത്രി ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ജലദോഷം എന്തെങ്കിലും വരണ്ടാവുന്നുണ്ട്. പിന്നെ അവരങ്ങനെ വണ്ടിയിൽ വിട്ടാക്കേണ്ട ചെയ്തു. പിന്നെ നമ്മളവിടെ ഇറങ്ങിയിട്ട് ഒരു 7up ഒക്കെ വാങ്ങിച്ചു. എന്നിട്ട് ഇനി നേരെ വീട്ടിലോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക കേട്ടോ. ഇനി ഫോണിൻ്റെ കംപ്ലൈൻറ്റിനനുസരിച്ചേക്കും ബാക്കി എൻ്റെ വീഡിയോസ് ഇടുന്നത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.